രാകേഷ്, ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി 2 മണിക്കൂറാണ് ഇന്ത്യ മുന്നണി യോഗം ചേർന്നിരുന്നത്. 21 പാർട്ടികളിൽ നിന്നുമുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ ആരാകും പ്രതിപക്ഷ നേതാവ്, ശക്തമായൊരു പ്രതിപക്ഷമായി നീങ്ങാനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ആരാകും പ്രതിപക്ഷ നേതാവ്? രാഹുലിന് മേൽ സമ്മർദ്ദമുണ്ട് എന്നറിയുന്നു. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? അശ്വതി, കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഒരു മികച്ച റിസൾട്ടാണ് ഇത്തവണ ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാനുള്ള തീരുമാനമാണ് ഇന്ത്യ മുന്നണി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ടത്. സമയവും സന്ദർഭവും വരുമ്പോൾ ആലോചിക്കാമെന്ന നിലപാടിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ചോദ്യം പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതാണ്. കാരണം ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി സ്വാഭാവികമായും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 2 തവണയും 2014-ലും 2019-ലും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ കക്ഷിയായിരുന്നെങ്കിൽ പോലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് നിലവിലുള്ള ലോക്സഭയുടെ 10% അംഗങ്ങൾ വേണമെന്നാണ് കണക്ക്. 2014-ൽ 44 സീറ്റ്, 2019-ൽ 52 സീറ്റ്. അപ്പോൾ ആ 10%-ലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. 99 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകണമെന്നൊരു ആവശ്യം ഏതായാലും ശക്തമായിരിക്കുകയാണ് മുന്നണിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത്. ഏതായാലും പ്രവർത്തക സമിതി യോഗം ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യും. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി തയ്യാറായില്ലെങ്കിൽ KC വേണുഗോപാൽ, മനീഷ് തിവാരി തുടങ്ങിയവരുടെ പേരുകളും പരിഗണനയ്ക്ക് വരും. ഏതായാലും രാഹുൽ ഈ പദവി ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അത്തരം ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ER രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്.